തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇന്നലെ മാലമോഷണ സംഘങ്ങൾ സജീവമാകുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് തരാൻ കഴിയുന്ന വാർത്ത. നഗരമധ്യത്തിൽ അതെ, ബൈക്കിലെത്തിയ സംഘമാണ് യുവതിയുടെ മാല മോഷ്ടിച്ച് രക്ഷപ്പെടുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ബൈക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, ആളെ കിട്ടിയിട്ടില്ല. കാണാം ആ ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തിങ്കളാഴ്ച രാത്രി 8:30 മോഷണം നടക്കുന്നത്. ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ വഴുതക്കാട് ജംഗ്ഷനിൽ ഇറങ്ങി ഒരാൾ നടന്നു വന്നു. സ്കൂട്ടറിലിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്ന യുവതിയുടെ മാലയും പൊട്ടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തോ അടുത്ത് വന്ന് സംസാരിക്കും പോലെ ഫീൽ ചെയ്തു. ഏകദേശം അടുപ്പിച്ച് മുഖത്തോട് അടുത്ത് ഇങ്ങനെ വന്ന് തല മാത്രം പുറത്താക്കി സംസാരിച്ചുകൊണ്ട് വന്നിട്ട് ഒറ്റ വലിച്ച് പൊട്ടിച്ച് കൊണ്ട് ഓടുക ചെയ്തത്. പക്ഷെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ നോക്കി, സ്റ്റാൻഡ് ഇട്ടിരുന്നതുകൊണ്ട് എനിക്ക് വീഴാൻ പോയി, പിടിക്കാൻ പറ്റിയില്ല. വിവരമറിഞ്ഞ് ഷീജയുടെ ഭർത്താവ് എത്തുന്നതിനിടെ സംശയാസ്പദമായി ഒരു ബൈക്ക് ജഗതി പാലത്തിന് സമീപത്ത് നിർത്തിയിട്ടേക്കുന്നതായി കണ്ടു. പിന്നാലെ സമീപത്തുണ്ടായിരുന്ന പോലീസിനോട് വിവരമറിയിച്ചു. മോഷ്ടാക്കൾ പുഴയിൽ ചാടിയോ എന്ന സംശയത്താൽ രാത്രി വൈകി ഫയർഫോഴ്സ് എത്തി പുഴയിലും പരിശോധിച്ചു. നമ്മൾ നോക്കിയപ്പോൾ ഒരു ബൈക്ക്, അപ്പോൾ പോലീസ് ഉണ്ടായിരുന്നു. പോലീസിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ വഴുതക്കാട് വെച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു മാല മോഷണം മുട്ടിച്ചുകൊണ്ട് പോയി, എൻ്റെ വൈഫിൻ്റെ ആണ് എന്ന് പറഞ്ഞ്. അപ്പം പോലീസ് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു, ഇങ്ങനെ ബൈക്ക് വരലും ഏതെങ്കിലും ഓർമ്മയുണ്ടോ, കളറോ നമ്പറോ എന്തെങ്കിലും ഓർമ്മ. അങ്ങനെ ഞാൻ അവിടെ വെച്ച് തന്നെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് ഇങ്ങനെ ഒരു മഞ്ഞ ബൈക്കാണ്. അവൾ കണ്ടില്ല, അവിടെ നിന്നവർ കണ്ട് പറഞ്ഞ് മഞ്ഞ ബൈക്ക് തന്നെ, പൾസറാണ്. അപ്പോൾ സംഭവം ഈ ബൈക്ക് തന്നെ. അപ്പോൾ അവരവിടെ വെച്ചിട്ട് ആ ഭാഗത്ത് എവിടെ എങ്ങോട്ടോ ഓടിയെന്ന് ഒരു പയ്യൻ അവിടെ കണ്ടുകൊണ്ടെന്ന് ഒരു പയ്യനെന്ന് പറഞ്ഞ്. ബൈക്ക് മോഷ്ടിച്ചതാണെന്നും അന്വേഷണം തുടരുകയാണെന്നും മ്യൂസിയം പോലീസ് അറിയിച്ചു. ഒരു ഭാഗത്ത് ഗുണ്ടാക്രമണങ്ങൾ സജീവമാകുന്നതിനിടെയാണ് മോഷണ സംഘവും തലസ്ഥാനത്ത് ചുവടുറപ്പിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.